everyone. Welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 15th lecture on Recovery and Refund of Income Tax, which is a subject for Semester 3 students of BCom Tax Procedures and Practices. In previous lectures, we were discussing about deduction of tax from salaries. In this lecture, we are going to continue with the same topic, that is deduction of tax from salaries. So, നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ ടാക്സ് റേറ്റ്സ് ആപ്ലിക്കബിൾ ആവുന്നത് വരെ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, നമ്മൾ ഇൻകം ഫ്രം സാലറീസ് എന്നുള്ള ഹെഡിൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തു, ഡിഡക്ഷൻസ് അലോ ചെയ്ത് ടോട്ടൽ ഇൻകം കണ്ടെത്തി, ആൻഡ് അതിൽ ആപ്ലിക്കബിൾ ആവുന്ന ടാക്സ് റേറ്റ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കി. ഇനി ടാക്സ് റേറ്റ്സ് മാത്രമല്ല, ഈ പറയുന്ന കുറച്ച് ടേംസ്, ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ആ ടോട്ടൽ ഇൻകത്തിൽ, ആ ടാക്സ് ഉണ്ടല്ലോ അതിൽ ആപ്ലിക്കബിൾ ആണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സർചാർജ്. സർചാർജ് ഈസ് ഓൾസോ നോൺ ആസ് ടാക്സ് ഓൺ ടാക്സ്. അതായത് നമ്മളിപ്പോൾ റേറ്റ്സ് ഒക്കെ ആപ്ലിക്കബിൾ ആക്കി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ടാക്സ് ഉണ്ടല്ലോ, ഇൻകം ടാക്സ് പേബിൾ, അതിൻ്റെ അകത്ത് ചാർജ് ചെയ്യപ്പെടുന്ന ഒരു ടാക്സ് എന്ന് അറിയപ്പെടാറുണ്ട് സർചാർജിനെ. ക്ലിയർ? ഇപ്പോൾ നമ്മുടെ ഇൻകം 50 lakhിൽ കൂടുതലാണ്, ബട്ട് ഡസ് നോട്ട് എക്സീഡ് ₹1 crore. അതായത് 50 lakhിൽ കൂടുതലാണ് ടോട്ടൽ ഇൻകം ആൻഡ് ഇറ്റ് ഡസ് നോട്ട് എക്സീഡ് ₹1 crore. അങ്ങനെയുള്ള കേസിൽ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന ടാക്സിൻ്റെ 10% കൂടി സർചാർജ് പേബിൾ ആവും. ക്ലിയർ? ആ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന ഇൻകം ടാക്സിൻ്റെ 10% കൂടി കണ്ടെത്തും, അതുകൂടി പേബിൾ ആവും. അതാണ് സർചാർജ്. അതാണ് ഫസ്റ്റ് കേസ് സർചാർജിൻ്റെ. ആൻഡ് സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് 1 crore കൂടുതൽ ഇൻകം ആയാൽ, അതായത് വെൻ ഇൻകം എക്സീഡ്സ് ₹1 crore, ദ സർചാർജ് ആപ്ലിക്കബിൾ ഈസ് 15%. 15% ആ ടാക്സിൽ സർചാർജ് ആപ്ലിക്കബിൾ ആണ്. ആ കണ്ടുപിടിച്ച് വച്ചിരിക്കുന്ന ടാക്സ് എമൗണ്ടിൻ്റെ 15% കൂടി കാൽക്കുലേറ്റ് ചെയ്ത് ആ പേബിൾ ആകുന്ന ഇൻകം ടാക്സും സർചാർജും രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് ആ എമൗണ്ടാണ് അതോറിറ്റീസിന് പേ ചെയ്യുന്നത്. ക്ലിയർ? സോ സർചാർജ് പോലെ വരുന്ന മറ്റൊന്നാണ് മാർജിനൽ റിലീഫ്. And the first case in marginal relief is where total income exceeds ₹50 lakh, the total amount payable as income tax and surcharge on such income shall not exceed the total amount payable as income tax on a total income of ₹50 lakh by more than the amount of income that exceeds ₹50 lakh. അത് ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ക്ലിയർ ആവും. നമുക്കറിയാം 50 lakhs കൂടുതലും 1 crore താഴെ അത്രയുമാണ് ടോട്ടൽ ഇൻകം എങ്കിൽ സർചാർജ് ആപ്ലിക്കബിൾ ആണ് അറ്റ് ദ റേറ്റ് ഓഫ് 10%. അത് നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. സോ ഒരു ഇൻഡിവിജ്വലിന് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 51 lakhs ആണ് ഇൻകം എന്ന് വിചാരിക്കുക. സോ 50 lakhsനെ എക്സീഡ് ചെയ്തു, 51 lakhs ആണ്. അപ്പോൾ സർചാർജ് ആപ്ലിക്കബിൾ ആണ്. സോ സർചാർജ് അടക്കം ഇൻകം ടാക്സ് പേബിൾ ആകുന്നത് 14,76,750 ആണ്. ഓക്കെ, 51 lakh ഇൻകത്തിൽ ഇൻകം ടാക്സും സർചാർജും എല്ലാം കൂടി 14,76,750 rupees ആണ് പേബിൾ ആവുന്നത്. ദെൻ 50 lakhs ആയിരുന്നു ഈ അസസിയുടെ ഇൻകം എങ്കിൽ അയാളുടെ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് 13,12,500 ആണ്. കണ്ടോ, 50 lakhs ആയിരുന്നെങ്കിൽ 13,12,500 പേ ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ 51 lakh ആയതുകൊണ്ട് 14,76,750 പേ ചെയ്യേണ്ടി വരുന്നു. അതായത് 1,00,000 രൂപ അധികം ഏൺ ചെയ്യുന്നതിൻ്റെ ഭാഗമായി 1,64,250 അധികം ടാക്സ് കൊടുക്കേണ്ടി വരുന്നു. ഈ 1,64,250 എന്ന് പറയുന്നത് നമ്മളുടെ 51 lakh വരുമ്പോൾ കൊടുക്കുന്ന ടാക്സായ 14,76,750യുടെയും 50 lakhsൻ്റെ ടാക്സായ 13,12,500ൻ്റെയും ഡിഫറൻസ് ആണ്. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഓക്കെ, അപ്പോൾ 1,64,250 അധികം ടാക്സ്
51 lakh ഇൻകം ആയതുകൊണ്ട് പേ ചെയ്യേണ്ടി വരുന്നു. ആ 1 ലക്ഷം രൂപ അധികം വന്നതുകൊണ്ട് പേ ചെയ്യേണ്ടി വരുന്നു അസസിക്ക്. ഓക്കെ, then the individual's tax liability should be reduced to avoid any such excess tax payable. So ആ ഇൻഡിവിജ്വലിൻ്റെ ടാക്സ് ലയബിലിറ്റി റെഡ്യൂസ് ചെയ്ത് ആ എക്സസ് ടാക്സ് പേയബിൾ ആയിട്ട് വരുന്നത് അവോയ്ഡ് ചെയ്യും. ദെൻ the individual get a marginal relief of the difference amount between the excess tax payable on higher income and the amount of income that exceeds rupees 50 lakhs. So ആ അസസിയുടെ മാർജിനൽ റിലീഫ് എന്ന് പറയുന്നത് ഈ 14,76,750 അതായത് 51 ലാക്സിനുള്ള ഇൻകം ടാക്സ് മൈനസ് 50 ലാക്സിനുള്ള ഇൻകം ടാക്സ് ആയ 13,12,500. സോ 1,64,250 അതിന് ഒരു മാർജിനൽ റിലീഫ് കിട്ടും. ആൻഡ് ദ എമൗണ്ട് ഓഫ് ഇൻകം ദാറ്റ് എക്സീഡ്സ് റുപ്പീസ് 50 lakhs അതായത് 50 ലാക്കിനെ എക്സീഡ് ചെയ്യുന്ന ഇൻകം, അതായത് 50 ലാക്കിനെ എക്സീഡ് ചെയ്യുന്ന 1 ലക്ഷം രൂപയുണ്ടല്ലോ, 51 ലാക്ക് ആണെങ്കിൽ 1 ലക്ഷം രൂപയാണ് എക്സീഡ് ചെയ്ത് നിൽക്കുന്നത്. സോ ആ 1 lakh റുപ്പീസിനും മാർജിനൽ റിലീഫ് കിട്ടും. ആൻഡ് മാർജിനൽ റിലീഫ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കിട്ടുന്നത്. എക്സസ് ടാക്സായ 1,64,250 നിന്നും എക്സസ് ഇൻകമായ 1 lakh അത് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന 64,250ക്ക് അസസിക്ക് മാർജിനൽ റിലീഫ് കിട്ടും. ക്ലിയർ? സെക്കൻഡ് കേസ് ഇൻ മാർജിനൽ റിലീഫ് ഈസ് where total income exceeds 1 crore rupees, the total amount payable as income tax and surcharge on such income shall not exceed the total amount payable as income tax on a total income of 1 crore rupees by more than the amount of income that exceeds 1 crore rupees. This is the second case of marginal relief. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, വെൻ ടോട്ടൽ ഇൻകം എക്സീഡ്സ് 1 crore rupees, 1 crore rupeesന് ടോട്ടൽ ഇൻകം എക്സീഡ് ചെയ്യുമ്പോൾ സർചാർജ് 15% സർചാർജ് ആപ്ലിക്കബിൾ ആണ്. ക്ലിയർ? ദെൻ അവിടെയും മാർജിനൽ റിലീഫ് ഉണ്ട് അസസിക്ക്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ഒരു അസസിയുടെ ടോട്ടൽ ഇൻകം 1 crore and 1 lakh rupees ആണ്, അത്രയും റുപ്പീസാണ്. സോ 1 crore എക്സീഡ് ചെയ്തു. ദെൻ അസസി എന്ത് ചെയ്യണം? ഇൻകം ടാക്സ് 1 crore 1 lakh റുപ്പീസിന് ഇൻകം ടാക്സും പേ ചെയ്യണം. അതിനോടൊപ്പം തന്നെ 15% സർചാർജ് ഓൺ ദാറ്റ് ഇൻകം ടാക്സ് അതും കൂടി ചേർത്ത്. അപ്പോൾ ആ ഇൻകം ടാക്സും 15% സർചാർജ് ഓൺ ഇൻകം ടാക്സ് ഇത് രണ്ടും കൂടി ചേർന്നുള്ള എമൗണ്ടാണ് അസസി പേ ചെയ്യേണ്ടുന്നത്. അതായത് ടോട്ടൽ ടാക്സ് പേബിളായിട്ട് വരുന്നത് 32,68,875 ആണ്. പക്ഷേ 1 crore rupees മാത്രമായിരുന്നു ഇൻകം എങ്കിൽ അസസിയുടെ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് 30,93,750. അതായത് എക്സ്ട്രാ ഒരു 1 lakh ഏൺ ചെയ്തു, 1 crore എക്സ്ട്രാ ഒരു 1 lakh ഏൺ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അസസിക്ക് 1,75,125 റുപ്പീസാണ് അധികം പേ ചെയ്യേണ്ടി വരുന്നത്. അതായത് ഈ 1,75,125 റുപ്പീസ് എന്ന് പറയുന്നത് ആ 32,68,875 അതായത് 1 lakh 1 crore ടാക്സും സർചാർജും ചേർന്നുള്ള എമൗണ്ടിൽ നിന്നും 1 crore ടാക്സായ 30,93,750 അത് ലെസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ടാണ്. ക്ലിയർ? സോ ഇൻഡിവിജ്വലിന് മാർജിനൽ റിലീഫ് കിട്ടുന്നത് ഇങ്ങനെയാണ്. ആദ്യം ഓൺ ദ ഡിഫറൻസ് എമൗണ്ട് ബിറ്റ്വീൻ ദ എക്സസ് ടാക്സ് പേയബിൾ ഓൺ ഹയർ ഇൻകം, അതായത് പേ ചെയ്ത എക്സസ് ടാക്സ് ദാറ്റ് 75,125 ആൻഡ് ദ എമൗണ്ട് ഓഫ് ഇൻകം ദാറ്റ് എക്സീഡ്സ് 1 crore, 1 crore എക്സീഡ് ചെയ്യുന്ന 1 lakh. അപ്പോൾ അവിടെ അലോ ചെയ്യുന്ന മാർജിനൽ റിലീഫ് എന്ന് പറയുന്നത് 1,75,125. അതായത് ആ എക്സസ് പേ ചെയ്യുന്ന ടാക്സ് മൈനസ് ആ എക്സസ് ഇൻകം, അതായത് 1 lakh. സോ മാർജിനൽ റിലീഫ് എന്ന് പറയുന്നത് 1,75,125 മൈനസ് 1 lakh. ദെൻ മാർജിനൽ റിലീഫ് 75,125. ക്ലിയർ ആണല്ലോ? ദെൻ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്.
It is applicable on the amount of income tax and surcharge at the rate 4%. ഓക്കെ, ഇൻകം ടാക്സിൻ്റെ എമൗണ്ടും സർചാർജിൻ്റെ എമൗണ്ടും രണ്ടും കൂടി കൂട്ടുന്ന ഒരു എമൗണ്ട് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ 4% ആപ്ലിക്കബിൾ ആണ്. അതിൻ്റെ 4% ആണ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്. ക്ലിയർ? ആൻഡ് ദ എംപ്ലോയി ഷുഡ് ഫേർണിഷ് ഹിസ് പാൻ ടു ദ എംപ്ലോയർ. അതായത് പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ എംപ്ലോയർക്ക് ഫേർണിഷ് ചെയ്തിരിക്കണം. അതർവൈസ് ടാക്സ് ഷാൾ ബി ഡിഡക്റ്റഡ് അറ്റ് എ ഹയർ റേറ്റ് അണ്ടർ സെക്ഷൻ 206AA. ഇനി പാൻ ഫേർണിഷ് ചെയ്തിട്ടില്ല എങ്കിൽ, എംപ്ലോയർക്ക് പാൻ ഫേർണിഷ് ചെയ്തിട്ടില്ല എങ്കിൽ ടാക്സ് ഷാൾ ബി ഡിഡക്റ്റഡ് അറ്റ് എ ഹയർ റേറ്റ് അണ്ടർ സെക്ഷൻ 206AA. സെക്ഷൻ 206A പ്രകാരം ഹയർ റേറ്റിൽ ടാക്സ് ഡിഡക്റ്റ് ചെയ്യും. ക്ലിയർ? ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് റിബേറ്റ് ഓഫ് ഇൻകം ടാക്സ്. In case of an individual resident in India whose total income does not exceed rupees 5 lakh shall be entitled to a deduction from the amount of income tax payable up to rupees 12,500, which comes under section 87A. അതായത് ഇന്ത്യയിൽ റെസിഡൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ഹൂസ് ടോട്ടൽ ഇൻകം ഡസ് നോട്ട് എക്സീഡ് rupees 5 lakh, അങ്ങനെയുള്ള ഒരു പേഴ്സണ്, ഒരു ഇൻഡിവിജ്വലിന് ഹി ഷാൾ be entitled to a deduction from the amount of income tax payable up to rupees 12,500. ഇൻകം ടാക്സ് പേയബിൾ ആകുന്ന ഇൻകം ടാക്സിൽ നിന്നും ഒരു ഡിഡക്ഷൻ കിട്ടും. ആൻഡ് ദാറ്റ് ഈസ് അപ് ടു rupees 12,500. rupees 12,500 വരെ ഡിഡക്ഷൻ കിട്ടും. ആൻഡ് വിച്ച് കംസ് അണ്ടർ സെക്ഷൻ 87A. ക്ലിയർ? ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് സർചാർജ്, മാർജിനൽ റിലീഫ്, health and education cess, rebate on income tax. Thank you.